ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന ബോർഡ് പതിപ്പിക്കണം എന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ നടപടി ഇന്നു മുതൽ നിലവിൽ വരികയാണ്. എന്നാൽ തൊഴിലാളികൾ എതിർത്തു. അവർക്ക് സ്റ്റിക്കർ പതിച്ച് സർവീസ് നടത്താൻ തയ്യാറല്ല. കാരണം ആളുകൾ പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോകുമല്ലോ. അതുകൊണ്ട് യൂണിയനുകൾ അങ്ങനെ നിലപാടെടുത്തിരിക്കുന്നു. അശ്വിൻ ബാലാഴി വിവരങ്ങളുമായി ചേർന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ പണം നൽകേണ്ടതില്ല, സൗജന്യ യാത്ര എന്നുള്ള സ്റ്റിക്കർ പതിപ്പിച്ചില്ലെങ്കിൽ ഫിറ്റ്നസ് നൽകില്ല എന്നതുൾപ്പെടെയുള്ള നിയമങ്ങളാണ് ഇന്നു മുതൽ പ്രാബല്യത്തിലെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കർശനമായ എതിർപ്പാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെ ഉയർത്തുന്നത്. നമുക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഈ നിയമങ്ങളിൽ നിങ്ങൾ സംതൃപ്തരാണോ? എതിർക്കുന്നത് വെച്ചാൽ നമ്മൾ മീറ്റർ ഇടുന്നതിന് നമ്മൾ എതിരല്ല. എല്ലാവരും മീറ്റർ ഇട്ട് വണ്ടി ഓടിക്കണം എന്നുള്ളതാണ് നമുക്ക് താല്പര്യമുള്ള കാര്യമാണ്. പക്ഷെ അത് മീറ്റർ ഇട്ടില്ലെങ്കിൽ പൈസ കൊടുക്കേണ്ടതെന്നുള്ള തീരുമാനത്തോട് നമുക്ക് വിയോജിപ്പാണ്. ഈ ഗതാഗത വകുപ്പ് മന്ത്രി എന്തിനാണ് ഇങ്ങനെ തീരുമാനം എടുത്തേക്കുന്നത് ഞങ്ങൾക്ക് പോലും അറിയില്ല. സ്റ്റിക്കർ പതിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ അതിനെതിരാണ്. കാരണം അതിനെ ചോദിച്ചപ്പോൾ ഫൈൻ വരും, MPD പിടിക്കും എന്നൊക്കെയാണ് അവർ പറയണേ. ഏതായാലും പിടിക്കട്ടെ, അവരെത്ര ആൾ ഇതിനെ പിടിച്ചിടാൻ പറ്റും നമുക്ക് കാണാം. ഈ നിങ്ങൾ പൊതുവെയുള്ള തീരുമാനം ഇങ്ങനെ ഈ സ്റ്റിക്കർ പതിപ്പിക്കുന്നതിനോട് എതിരാണല്ലേ? സ്റ്റിക്കർ ഇവിടെ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിലക്കയറ്റവും പിന്നെ ഈ വണ്ടിയുടെ ഈ മറ്റേ ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഫീസ് വർദ്ധിപ്പിച്ച് ഈ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും നിലവിലെ ജീവിത പശ്ചാത്തലം തന്നെ സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കർശന നിയമങ്ങൾ അത് കൊണ്ടുവരരുത് എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. എന്തായാലും മീറ്ററുമായി ബന്ധപ്പെട്ട് സ്റ്റിക്കർ പതിപ്പിക്കാൻ തൽക്കാലം തയ്യാറല്ല എന്നൊരു ശക്തമായ നിലപാട് കൂടി ചില ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. സർക്കാർ ഇതിൽ എങ്ങനെ ഇടപെടും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കൊച്ചിയിൽ നിന്ന് സന്തോഷ് ശേഖർക്കൊപ്പം അശ്വിൻ പാലാഴി, 24.